ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാർട്ടി വെയർ ഗൗണിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ്. ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മളൊരു കെട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബാക്ക് സൈഡിലും നമ്മൾ കെട്ട് കൊടുത്തിട്ടുണ്ട്. പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ചാണ്. ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 5.25 മീറ്റർ നെറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 2 സൈഡിലായിട്ടും സ്കാലപ്പും വരുന്നുണ്ട്. ഷോളിനും കൂടിയിട്ടാണ് 5.25 മീറ്റർ എടുത്തിട്ടുള്ളത്. പിന്നെ ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് സാറ്റിൻ മെറ്റീരിയലാണ്. അത് 5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. കട്ടിങ് വന്നിട്ട് 2 പോർഷനായിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തിട്ട് രണ്ടും കൂടി അറ്റാച്ച് ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമുക്ക് യോക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 15 ഇഞ്ച് ലെങ്ത്താണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. അതുപോലെ തന്നെ സ്കേർട്ട് പോർഷൻ നമ്മൾ 41 ഇഞ്ച് കൊടുക്കുന്നുണ്ട്, കൂടെ 1 ഇഞ്ച് സീം അലവൻസും. നമുക്കാദ്യം യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അറ്റത്ത് നിന്ന് ഇതുപോലെ 2ആക്കി മടക്കിയിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി വീതിക്ക് മടക്കി 4 ആക്കിയിട്ട് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നാൽ ഞാനിവിടെ ഫ്രണ്ടാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. 15 ഇഞ്ച് ലെങ്ത്തും 1 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ഇനി എത്ര ഇഞ്ച് വീതിക്കാണ് മടക്കേണ്ടതെന്ന് നോക്കാം. ചെസ്റ്റ് സൈസ് വന്നിട്ടുള്ളത് 42 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4ൽ ഒരു ഭാഗം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 10.5 അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 12.5 ഇഞ്ചിലാണ് ഇവിടെ മടക്കിയിട്ടുള്ളത്. ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെസ്റ്റ് സൈസ് അനുസരിച്ചിട്ട് വേണം നമുക്ക് മടക്കിയിട്ട് കൊടുക്കാൻ. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മെഷർമെൻറ്റുകൾ നോക്കാം. ഷോൾഡർ വന്നിട്ട് 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ നിന്നും താഴേക്ക് ആം ഹോൾ 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. ഇനി ആം ഹോൾ അവസാനിക്കുന്ന ഭാഗത്താണ് നമ്മൾ ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് സൈസ് വരുന്നത് 42 അതിൻ്റെ 4ൽ ഒരു ഭാഗം എടുക്കുമ്പോൾ 10.5 കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ഇനി യോക്ക് ലെങ്ത്ത് നമ്മൾ കൊടുത്തില്ലേ 15 ഇഞ്ച്, അത് തന്നെയാണ് നമ്മുടെ വേസ്റ്റ് ലെങ്ത്തും വരുന്നത്. കൂടെ നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 1/2 ഇഞ്ച് മേലെ ഷോൾഡർ ജോയിൻ ചെയ്യാനും താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് നമ്മളെ സ്കേർട്ട് പോർഷനായിട്ട് അറ്റാച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ആ ഭാഗത്തെ വണ്ണം കൊടുക്കുന്നത് 9.5 ഇഞ്ചാണ്. കൂടെ 2 ഇഞ്ച് സീമും കൊടുക്കുക. അതിനുശേഷം ഈ പോയിന്റുകൾ തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് മേലേക്ക് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക, സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നെക്കിൻ്റെ വൈഡ് കൊടുത്തിട്ടുള്ളത് 3.25 ഇഞ്ചാണ്. അവിടെ നിന്നും 1/2 ഇഞ്ച് ഷോൾഡറിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു സ്ലോപ്പ് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആം ഹോൾ കർവ് വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്യുന്നത്. ആം ഹോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 ഇഞ്ചല്ലേ, അതിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങിയിട്ട് ചെസ്റ്റിലേക്കാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 6 ഇഞ്ചാണ്. എന്നിട്ട് ഇതുപോലൊരു ബോക്സ് ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ സിമ്പിളായിട്ടുള്ളൊരു നെക്കാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ബാക്ക് പീസ്, ഈ പീസ് വെച്ചിട്ടാണല്ലോ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് വെച്ചിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടിൻ്റെയും നെക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ, കട്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ടക്കിട്ട് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ടക്കിട്ട് കൊടുക്കേണ്ടത്. ഒരു 1/4 ഇഞ്ചിൽ ടക്കിട്ട് കൊടുത്താൽ മതി. ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കത് 2 സൈഡിലായിട്ടും കിട്ടും. ഇപ്പോൾ നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പീസ് വെച്ചിട്ട് മെയിൻ പീസിൽ അതേ മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ലൈനിങ് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം.
അതിനുശേഷം നമ്മൾ 18 ഇഞ്ച് ലെങ്ത്താണ് സ്ലീവിന് കൊടുക്കുന്നത്. കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൊടുക്കുക. 2 ഇഞ്ച് നമ്മൾ പഫിനും വേണ്ടി കൊടുക്കുന്നുണ്ട്. 10.5 ഇഞ്ച് വീതിക്ക് നമുക്ക് 4 ആക്കി ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ലൈനിങ് പീസ് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്യാനുള്ളത്. ഇതാണ് ബാക്കി വന്നിട്ടുള്ള ലൈനിങ് മെറ്റീരിയൽ. ഇതിനെ നമുക്ക് രണ്ടാക്കി മടക്കി ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ നിൽക്കുന്ന ഭാഗത്താണ് ഓപ്പൺ സൈഡ് വന്നിട്ടുള്ളത്, മേൽഭാഗത്ത് മടക്കുവശം. എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഈ ഒരു തലഭാഗം ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമുക്ക് ഇതുപോലെ കോണാക്കി മടക്കിയിട്ട് കൊടുക്കാം. ലൈനിങ് നമ്മൾ കട്ട് ചെയ്യുന്നത് അംബ്രല്ല മോഡലിലാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫ്ലെയർ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് എ ലൈനായിട്ടും കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അംബ്രല്ല കട്ടാണ് കൊടുക്കുന്നത്. 4 പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. താഴ്ഭാഗത്തുള്ള 2 പീസ് വലുതും മേൽഭാഗത്തുള്ള 2 പീസ് ചെറുതും. എന്നിട്ട് നമ്മുടെ യോക്ക് പോർഷൻ എടുത്തിട്ട് ആ ലൈനിങ്ങിൻ്റെ മേലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരേ ലെവലിലാണ് വെച്ച് കൊടുക്കാനായിട്ട്. യോക്ക് പോർഷനും സ്കേർട്ടും ഒരുപോലെ എവിടെയാണോ വരുന്നത് ആ ലെവലിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ രണ്ടും ഒരേ ലെവലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ അറ്റം തുടങ്ങി ഈ അറ്റം വരെ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ശേഷം ആ ലൈനിൻ്റെ മേലെ ഒരു 1/2 ഇഞ്ച് മേലേക്കായിട്ട് ഒരു ലൈനും കൂടി കൊടുക്കുക. ആ ലൈനിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതല്ലെങ്കിൽ നമ്മുടെ അരവണ്ണം കൂടിപ്പോകും. ഇപ്പോൾ നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ അരവണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടേണ്ടത് അതിൻ്റെ ലെങ്ത്താണ്. എത്ര ലെങ്ത്താണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ഗൗണിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 56 ഇഞ്ചാണ്. അതിൽ 15 ഇഞ്ച് നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി വേണ്ടത് 41 ഇഞ്ചാണ്. 41 ഇഞ്ച് ആണ് നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത് വേണ്ടത്. കൂടെ നമുക്ക് 1 ഇഞ്ച് സീം അലവൻസും കൊടുക്കണം. അപ്പോൾ യോക്ക് പോർഷൻ നമ്മൾ 15 ഇഞ്ചും പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൊടുത്തു. അങ്ങനെ 16 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തു. ഇനി സ്കേർട്ട് പോർഷൻ 41 ഇഞ്ചാണ് വേണ്ടത്. കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൊടുക്കുക. അപ്പോൾ ടോട്ടൽ നമുക്ക് വേണ്ടത് 42 ഇഞ്ച്. അപ്പോൾ സീം അലവൻസ് അടക്കം നമുക്ക് 58 ഇഞ്ച് എടുത്താലാണ് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ നമുക്ക് 56 ഇഞ്ച് ലെങ്ത്ത് കിട്ടുകയുള്ളൂ. അതായത് നമുക്ക് വേണ്ട ലെങ്ത്ത് 56 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യണം. അപ്പോൾ 58 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 56 ഇഞ്ച് ലെങ്ത്ത് ഗൗണിന് കിട്ടും. ഇനി നമ്മൾ യോക്ക് പോർഷൻ മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്നും താഴേക്ക് 42 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടേപ്പ് ഇതുപോലെ നീക്കി വെച്ചിട്ട് താഴ്ഭാഗത്ത് ഫുള്ളായിട്ട് നമുക്ക് 42 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എവിടെയാണോ 42 ഇഞ്ച് വരുന്നത് അവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, താഴെയുള്ള 2 പീസിലാണ് നമുക്ക് 42 ഇഞ്ച് ലെങ്ത്ത് കിട്ടിയിട്ടുള്ളൂ. മേൽഭാഗത്തുള്ള പീസിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ മേൽഭാഗത്തും 42 ഇഞ്ച് നമുക്ക് ലെങ്ത്ത് വേണം. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പീസ് വെച്ചിട്ട് നമുക്ക് അവിടെ ജോയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള പീസ് ഉണ്ടല്ലോ, ആ പീസ് വെച്ചിട്ടാണ് നമ്മൾ മേൽഭാഗത്ത് ജോയിൻ ചെയ്തെടുക്കുന്നത്. ഇനി കട്ട് ചെയ്ത് മാറ്റിയ പീസ് ഉണ്ടല്ലോ, ആ പീസിൻ്റെ താഴ്ഭാഗം സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ഭാഗമായിരിക്കും. ആ ഭാഗമാണ് നമ്മൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ച് കൊടുത്ത് പിൻ ചെയ്ത് കൊടുക്കാം. ഈ 2 പീസുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് കയറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി മേലെ നമ്മൾ വെച്ചിട്ടുള്ള തുണിയെ ഇതുപോലെ നമുക്ക് മേലേക്കാക്കി വെച്ച് കൊടുത്തിട്ട് താഴ്ഭാഗത്ത് എവിടെയാണോ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് മേൽഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ താഴെയുള്ള 2 പീസിനനുസരിച്ചിട്ട് മേലത്തെ 2 പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ്. ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഇപ്പം നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ ഇതുപോലെയുള്ള 2 വലിയ പീസുകളുണ്ടാവും. ഒന്ന് ഫ്രണ്ടിലെ പീസ്, രണ്ടാമത്തത് ബാക്കിലെ പീസ്.
അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ ജോയിൻ ചെയ്യാനായിട്ട്, അതും ഒന്ന് ഫ്രണ്ടിലും വരും ഒന്ന് ബാക്കിലും വരും. അതിനുശേഷം നമുക്ക് ഇതുപോലെ യോക്ക് പോർഷൻ വെച്ചിട്ട് ഈ ഭാഗത്ത് അറ്റാച്ച് ചെയ്തെടുക്കണം. മേൽഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗത്ത് എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് അതും വെച്ച് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ലൈനിങ്ങിൽ നമ്മൾ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് മെയിൻ പീസിലാണ് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാനുള്ളത്. ഈ നെറ്റിൻ്റെ രണ്ട് ഭാഗത്തും ഇതേപോലെ സ്കാലപ്പ് ഡിസൈൻ വരുന്നത് കൊണ്ട് ഈ ഭാഗം നമുക്ക് സെൻറ്ററിൽ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്ലോത്തിനെ നമുക്ക് രണ്ടാക്കി ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് സ്കാലപ്പ് നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് വരുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. അതായത് ഓപ്പോസിറ്റ് സൈഡിലാണ് മടക്ക് വശം വരുന്നത്. ഈ മെയിൻ പീസ് നമ്മൾ കട്ട് ചെയ്യുന്നത് അംബ്രല്ല മോഡലിലല്ല, നമ്മൾ എ ലൈൻ കട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അംബ്രല്ല കട്ടും കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എ ലൈനായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നമ്മൾ ഓപ്പൺ വെച്ചിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പാർട്ടിനെ ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. മേലെ നിന്ന് താഴ്ഭാഗം വരെ മാർക്ക് ചെയ്തിട്ട് ആ 1.5 ഇഞ്ചിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ എത്രയാണോ എടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് വേണം ഇവിടെ കട്ട് ചെയ്തെടുക്കാൻ. 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്താണെങ്കിൽ നമുക്ക് 1.5 ഇഞ്ച് കട്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് രണ്ടും ഒരേ ലെവലിൽ വരില്ല. അതായത് ലൈനിങ്ങും മെയിൻ പീസും ഒരേ ലെവലിൽ വരില്ല. ഇനി യോക്ക് പോർഷൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് താഴ്ഭാഗം നമുക്ക് എ ലൈനായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 42 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുക്കണം. നെറ്റ് നമുക്ക് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കാം. ഫോൾഡിങ് സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ആക്കിയിടാം. കാരണം ബാക്കിൽ നമുക്ക് ഓപ്പണിംഗ് വേണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് 42 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം സൈഡിൽ നമുക്ക് 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് വേണം ഷേപ്പ് ചെയ്യാനായിട്ട്. ആ ഭാഗം തൂങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ബാക്ക് പോർഷനും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ ലൈനിങ്ങും മെയിൻ പീസും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ബാക്ക് പീസ് എടുത്തിട്ട് അതിൻ്റെ യോക്ക് പോർഷനാണ്, അതിൽ 4 ഇഞ്ചിൻ്റെ 2 ടക്കുകൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ നല്ല ഭാഗത്തായിട്ട് സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ പീസിൻ്റെയും സെൻറ്ററിൽ നമ്മളൊരു നോച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും തമ്മിൽ ഒന്നിച്ച് വെച്ച് കൊടുക്കാം. 2 നോച്ചുകളും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് വെക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നെക്കിന് വെക്കാനായിട്ട് ക്യാൻവാസും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ 3.25 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്തും 3 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെയും സെൻറ്ററിൽ ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ലൈനിങ്ങും നല്ല പീസും ക്യാൻവാസും 3ൻ്റെയും നമ്മൾ കൊടുത്തിട്ടുള്ള നോച്ചുകൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആം ഹോളും 2 സൈഡും താഴ്ഭാഗത്തും എല്ലാ ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ക്യാൻവാസിൻ്റെ അരികിലൂടെ ഇതുപോലെ ഒരു ലൈൻ കൊടുത്തിട്ട് നമുക്ക് അതിലൂടെ ആ ലൈനിലൂടെ നെക്കിന് ചുറ്റിലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ശേഷം നെക്കിന് ചുറ്റിലും നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്യാൻവാസിനെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു നെക്കിന് ചുറ്റിലൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി ബാക്ക് സൈഡിലെ 2 പീസുകൾ തമ്മിൽ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. യോക്ക് പോർഷൻ്റെ നല്ല ഭാഗത്തേക്ക് സ്കേർട്ട് പോർഷൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നെറ്റ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇനിയാണ് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പുണ്ടല്ലോ, അതിനോട് ചേർത്ത് വെച്ചിട്ട് വേണം ലൈനിങ് പീസ് വെച്ച് കൊടുക്കാൻ. ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് 1/2 ഇഞ്ചിൽ ഈ അറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങിനെ താഴേക്ക് ആക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഒട്ടും തന്നെ തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്.
ഇപ്പോൾ ഇതേ ഫ്രണ്ട് പീസിലും നമ്മൾ 2 ടക്കിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. രണ്ടിൻ്റെയും സെൻറ്റർ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല ഭാഗവും ചേർത്ത് വയ്ക്കാം. നെക്കിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് 2-3 പിൻ കുത്തി കൊടുക്കാം. അതിനുശേഷം ക്യാൻവാസിൻ്റെ അരികിലൂടെ നെക്കിന് ചുറ്റിലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഉള്ളിലേക്ക് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വിട്ടു കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് നെക്കിന് ചുറ്റിലും ഇതുപോലെ കുഞ്ഞ് കട്ടുകൾ ഇട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ടിട്ട് കൊടുക്കാനായിട്ട്. ശേഷം നമുക്ക് ക്യാൻവാസിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നെക്കിന് ചുറ്റിലും അരികിലൂടെ ആയിട്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ ദേ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഉൾഭാഗത്തായിട്ട് ഈ അരികിലൂടെ നമുക്കൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഹെം ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഫ്രണ്ടിലെ യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും തമ്മിൽ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം. രണ്ടിൻ്റെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഈ അറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മൾ സ്കേർട്ടും യോക്ക് പോർഷനും കൂടിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ കാണുന്നതാണ് ഫ്രണ്ടിലെ ഓപ്പണിംഗ് വരുന്ന 4 പീസുകൾ. ഇതിനെ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഒരു സൈഡിലെ 2 പീസുകൾ തമ്മിലും മറ്റേ സൈഡിലെ 2 പീസുകളും തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ 4 പീസിന് നമ്മൾ 2 പീസാക്കി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈനിങ്ങിൻ്റെ മേലെ നമ്മൾ മെയിൻ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് 2 പീസുകൾ തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ നെക്കിൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ട് വേണം നെറ്റിൽ യോക്ക് കട്ട് ചെയ്യാനെന്ന്. അപ്പോൾ ഞാൻ ആ കട്ട് ചെയ്തത് കുറഞ്ഞു പോയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അത് കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഈ ഭാഗം ഉണ്ടല്ലോ, ആ കൂടുതൽ വരുന്ന ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്താൽ മതി. നമ്മൾ 6 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളൂ. ആ ഭാഗം വരെ ജസ്റ്റ് ഒന്ന് മടക്കിയാൽ മതി. ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഇനി ഈ ഭാഗത്തായിട്ട് നമ്മളൊരു കെട്ടും കൊടുക്കുന്നുണ്ട്. യോക്ക് പോർഷനിൽ നമ്മളൊരു 1.5 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയില്ലേ, അതുപോലെ തന്നെ താഴത്തെ ഈ സ്കേർട്ട് പോർഷനിലും നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. എന്നിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരു സ്കാലപ്പ് ഡിസൈൻ ആയതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്യാതിരുന്നത്. ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാം. ഇവിടം വരെ നെക്ക് വരെ നമുക്ക് മടക്കി കൊടുത്താൽ മതി. സ്ലീവും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അടുത്തത് സൈഡ് ജോയിനിങ് ആണ്. അത് നമ്മൾ സ്ലീവിൻ്റെ ആ ഭാഗത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് റൗണ്ട് എത്രയാണോ അത് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം നമ്മൾ ചെസ്റ്റ് സൈസ്, പിന്നെ വേസ്റ്റിൻ്റെ ആ ഭാഗം അവിടെ നമ്മൾ ബാക്കിൽ കെട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വേസ്റ്റിൻ്റെ ആ ഭാഗത്ത് വേണം കെട്ട് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് അവിടെ നിന്നും താഴേക്ക് ഒരു 2 ഇഞ്ചോളം നമ്മൾ ലൈനിങ്ങും നല്ല പീസും ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ അവിടെ നിന്നും താഴേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നല്ല പീസുകൾ തമ്മിൽ 2 സൈഡിലെയും നല്ല പീസുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം 2 ലൈനിങ്ങുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ താഴ്ഭാഗം വരെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. താഴ്ഭാഗം നമുക്ക് ഒരു 1/4 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.